ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നയന മുറിയിലെത്തുമ്പോഴത്തേക്കും ഒരു മാല കാണിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, ഇത് അനാമിക മോളുടെ താലി മോളൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് നയനയുടെ കൊടുക്കുവാണ് കേട്ടോ. നോക്കി കഴിയുമ്പോൾ നയന പറയുവാണ്, ഇതെൻ്റെ ഡിസൈൻ ആണല്ലോ എന്ന് പറയുമ്പം മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, മൂത്ത മോള് ഡിസൈൻ ചെയ്തത് ഈ വീട്ടിലെ ഇളയ മോൾക്ക് താലിമാലയായിട്ട് പണിയുന്നു. എല്ലാ ഒരു ദൈവാനുഗ്രഹം. മോളിത് കൊണ്ട് പൂജാമുറി വെച്ച് പൂജയ്ക്ക് വെക്ക്, എന്നിട്ട് നമുക്ക് നാളെ എടുക്കാം എന്ന് പറയുവാണ് കേട്ടോ. ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ വെളിയിൽ ഒളിഞ്ഞു നിന്ന് ജലജ കേൾക്കുവാണ്. എന്നിട്ട് നയനെ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി പോവാണ് കേട്ടോ പൂജാമുറിയിലോട്ട്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും നയനെപ്പോലെ ഒരു മകളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആദർശിൻ്റെ കല്യാണം അന്ന് നവ്യയായിട്ട് മാറിപ്പോയത് കൊണ്ടൊക്കെയാണ് നയനമോളി വീട്ടിൽ വന്ന് കയറാൻ കാരണമായി എന്നൊക്കെ പറയുവാണ്. ഇതൊന്നും കേൾക്കുമ്പോൾ ജലജയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എങ്കിലും ഇവരെന്നെ പറയുന്നതെന്ന് ഫുള്ളിങ്ങനെ മാറി നിന്ന് കേൾക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നയനേനെയാണ് കാണിക്കുന്നത്. നയന പൂജാമുറിയിൽ മാല കൊണ്ട് പൂജിക്കാൻ വെക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്ത് അടച്ചു വെച്ചിട്ട് നയന പോവാണ്. അതും വെളിയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ജലജ. നയന പോയി കഴിയുമ്പോഴത്തേക്കും പയ്യെ ജലജ പൂജാമുറിയുടെ അകത്ത് കയറുവാണ്. എന്നിട്ട് ആ മാല എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയുവാണ്, ഇതൊരു 10-20 പവൻ അടുത്തുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും മൂത്ത മോൾക്കും ഇളയ മരുമോൾക്കൊന്നും ഇത്രയും കൊടുത്തിട്ടില്ല. ഇതിച്ചിരി കൂടിയ കൊടുക്കലാണ്. അവൾ വന്നാലും ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ മാല കൊണ്ട് എനിക്കൊരു പണിയുണ്ട്. ആ കനകേനെ പുറത്താക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ആ മാല പയ്യെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് കനകയുടെ മുറിയിൽ ചെല്ലുകയാണ്. എന്ന് വെച്ചാൽ ജലജയം കിടക്കുന്ന മുറിയിൽ. ആ മുറിയിൽ ചെന്നിട്ട് കനകയുടെ ബാഗ് പയ്യെ വെള്ളമെടുത്തിട്ട് ആ ബാഗിൻ്റെ അകത്തോട്ട് ഈ മാല വെക്കുവാണ് കേട്ടോ. ഈ മാല വെച്ചിട്ട് മനസ്സിൽ പറയുവാണ്, ജലജ, നിൻ്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിച്ച് തരാം. ഇനി നിന്നെ മാലക്കള്ളി എന്നായിരിക്കും എല്ലാവരും വിളിക്കുന്നത്. അവസാനം നീയും നിൻ്റെ പെൺമക്കളും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ ജലജ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെയാണ്. അനാമികയും കൂടെ റെസ്റ്റോറൻറ്റിൽ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നിക്കുവാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിലോട്ട് വരാൻ കാത്തിരിക്കുവാണ്, ഒരുപാട് പ്രതീക്ഷയോടെ വരുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, നിനക്ക് അവരെ പറ്റിയുള്ളൊരു നല്ല അഭിപ്രായമാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കലും നമ്മൾ കാരണം അവർ വേദനിക്കാൻ ഇടയാവരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അനാമിക നോക്കുമ്പോൾ അപ്പുറത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിരിക്കുവാണ്. അപ്പോഴത്തേക്കും അനി ഇത് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അനാമിക ചിന്തിക്കോ, എവിടെ പോയാലും ഇതുണ്ടല്ലോ, ഒരു പ്രൈവസി ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ അനിയോട് പറയുവാണ് കേട്ടോ, കൈ മറച്ച് പിടിച്ചിട്ട്. അപ്പം പെട്ടെന്ന് നമ്മുടെ നന്ദു മനസ്സിൽ ചിന്തിക്കുക, ഞാനിങ്ങ് വരണ്ടായിരുന്നു, വന്നും പോയി, ഇനി എഴുന്നേറ്റും പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അനിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം, നിൻ്റെ ഗുരുവല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദു നൈസായിട്ട് പറയുന്നുണ്ട്, അത് നേരാ, ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് അനി എൻ്റെ കൂടെ കൂടിയത്. ഇപ്പം അതൊക്കെ നിർത്തി, കല്യാണമൊക്കെ എടുത്തപ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പെട്ടെന്ന് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വരാമെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് അവർ ഓരോരുത്തരും അവരുടെ ടേബിളിൽ തന്നെ നോക്കിയിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയും കഴിക്കുകയൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ അനാമിക പെട്ടെന്ന് അനിയോട് പറയുന്നുണ്ട്, നിൻ്റെ മുഖത്തെ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, അവൾ വന്നപ്പോഴത്തേയും എപ്പോഴും നിങ്ങൾ നോക്കുന്ന ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, ഇതുപോലത്തെ സംസാരമൊക്കെ ഒഴിവാക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഇങ്ങനത്തെ സംസാരങ്ങൾ കല്യാണത്തിന് മുമ്പും ശേഷവും അത് നമ്മുടെ ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അനാമിക പറയാണ്, ഇതിപ്പോൾ അവളെ സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അവൾക്ക് ചിലപ്പോൾ നീ ഫ്രണ്ടായിരിക്കും, പക്ഷെ നിൻ്റെ നോട്ടവും പെരുമാറ്റവും ഓരോ ഭാവവ്യത്യാസമൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അനി പറയാണ്, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു, അത് നന്ദു എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയേ ഉള്ളൂ, വേറൊന്നും ഇനി അതിനെപ്പറ്റി ചിന്തിക്കുകയും പറയുകയും വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നിങ്ങളായിരുന്നു മാച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു അവരോട് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അനാമികയും അനിയും കേൾക്കുന്നില്ല, അവിടെ നടക്കുന്ന കാര്യമാണ് ആ ടേബിളിൽ. അത് കഴിയുമ്പോൾ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പൂജിച്ച മാല എടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും മാല കാണാൻ വേണ്ടിയിട്ട് വരുവാണ്, ജാനകിയൊക്കെ. ആ സമയത്ത് നമ്മുടെ നയനയോട് പറയുകയാണ്, മോളെ മാല എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നയന തുറന്ന് നോക്കുമ്പോൾ അതിൽ മാലയില്ല കേട്ടോ. നയനയാകെ ടെൻഷനാവുക, ഇതിൽ മാലയില്ല മുത്തശ്ശ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും എല്ലാവരും പറയുകയാണ്, ഇവിടെ കാണും മോളും തപ്പെന്ന് പറയുവാണ്. പക്ഷെ ദേവയാനിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. നിനക്ക് ഒരു മര്യാദയ്ക്ക് പൂജ പോലും ചെയ്യാൻ അറിയാൻ പാടില്ലേ, അത് എവിടെ കൊണ്ട് കളഞ്ഞെന്നൊക്കെ ചോദിച്ച് ചൂടായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി നേരെ ആദർശിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, എവിടെ പോയിന്നറിയത്തില്ല, മാല കാണുന്നില്ലടാ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ആദർശോട് തന്നെ എവിടെ പോകാൻ, എവിടെ തന്നെ കാണും എന്ന് പറയുവാണ്. എന്നിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജലജ അങ്ങ് ഇറങ്ങി വരുവാണ് കേട്ടോ. ജലജ പറയുവാണ്,
മാല പോയത് അതൊരു ദോഷമാണല്ലോ ജാനകി. പിന്നെ മാല വെറുതെ ഒന്നും പോവുമല്ലോ, ഈ വീട്ടിലൊക്കെ ചില ആൾക്കാർ വന്ന് കയറിയ പിന്നെ മാലയും ഓരോ സാധനങ്ങളൊക്കെ കാണാണ്ട് പോകുന്നതെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കനകയും നവ്യയും കൂടെ അങ്ങ് ഇറങ്ങി വരുമായിരുന്നു. അവരിത് കേൾക്കുന്നുണ്ട്, അവരെ കൊള്ളിച്ചാണ് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മാല കിട്ടാത്തടത്തോളം ആരെയും വിമർശിക്കേണ്ട കാര്യമില്ല, അതിനെപ്പറ്റി കൂടുതൽ പറയുകയും വേണ്ടെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി നയനോട് പറയുന്നുണ്ട്, ഒന്നുകൂടെ എവിടെയാണെന്ന് വെച്ചാൽ പോയി തപ്പി എടുക്കടി നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ആ മുറിയുടെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. നയന പോയി തപ്പുന്നുണ്ട് കേട്ടോ, എന്നിട്ടും ഇല്ലയെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ വീണ്ടും പറയാണ്, ഇത് ചുമ്മാ പോവുമല്ലോ, കൈയും കാലും മുളച്ച സാധനമൊന്നുമല്ലോ, ഏതിനും കൈയും കാലും ഉള്ളവരായിരിക്കും എടുത്തേ എന്നിങ്ങനെ പിന്നെയും പറയുമ്പോഴത്തേക്കും മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് പറയാം, അത് നേരാ, പണ്ട് ഇതുപോലെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് ഒരു തവണ മാല മോഷണം പോയിട്ടുണ്ട്. അന്ന് അത് CCTV ക്യാമറയിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത് എടുത്ത ആളാരാന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് ജലജോട് ചോദിക്കുവാണ് കേട്ടോ, നിൻ്റെ മകൻ തന്നെ. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, അതെ എൻ്റെ മോനത് മോഷ്ടിച്ചൊന്നുമല്ലോ, അവനത് എടുത്തിട്ട് തിരിച്ചു വെക്കാൻ മറന്നു പോയതല്ലേ എന്നിങ്ങനെ അവിടെ കിടന്ന് ഉരുളുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതെ, അവൻ മറവി കാരണമാണ് അവനെ അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴും പിന്നെയും ജലജ പറയുവാണ്, എൻ്റെ മോൻ അങ്ങനെ ചെയ്യുമൊന്നുമില്ല, അവൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുവാണ്. ജലജയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ അബിക്കെന്തോ ചെറിയ സംശയം തോന്നുന്നുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നമ്മ തന്നെ ആയിരിക്കും അത് എന്തായാലും പണി ഒപ്പിച്ചതെന്ന് ഇങ്ങനെ ചിന്തിക്കുവാണ്. അതിന് മുത്തശ്ശിയും പറയാണ്, എല്ലാവരും സമാധാനമായിട്ടൊന്ന് നോക്കുക, എവിടെയെങ്കിലും കാണും, ഈ വീട്ടിൽ തന്നെ കാണും, എന്തായാലും ആദർശം നീ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നു എന്ന് ആ CCTV ക്യാമറയും കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് CCTV ക്യാമറ വിഷ്വൽസൊക്കെ എടുത്ത് നോക്കുവാണ്. വെളിയിലത്തെ വിഷ്വൽ മാത്രമേ ഉള്ളൂ. അപ്പം വെളിയിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. ആ സമയത്ത് അനിയും കൂടെയുണ്ട്. അനിയും പറയാണ്, ഇതിനിപ്പം ചേച്ചിയുടെ അമ്മയുടെയും തലയിലോട്ട് ഇടാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ജലജ അപ്പച്ചിയുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം എന്നിങ്ങനെയൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, നയനയുടെ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷേ ഇതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പം പറഞ്ഞാൽ ഓരോ ദുശകനങ്ങളാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആദർശ് ചോദിക്കും, എന്ന് വെച്ച് ദുശകനങ്ങളായതുകൊണ്ട് നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുവാണ്. അല്ല അങ്ങനെയല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറയാം, ദുശകനങ്ങളായതുകൊണ്ട് കല്യാണം മാറ്റി വെക്കണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്തായാലും നടക്കില്ല എന്ന് പറയുവാണ് കേട്ടോ ദേഷ്യപ്പെട്ട്. അപ്പോൾ തന്നെ ആദർശ് ചോദിക്കുവാണ്, അല്ല ഇനിയിപ്പോൾ അതുകൊണ്ട് നീ തന്നെ എടുത്ത് മാറ്റിയതാണോ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഞാനെടുത്ത് മാറ്റിയൊന്നുമല്ല ചേട്ടാ, ഏട്ടൻ എന്നെ വിശ്വാസമില്ലേന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങനെ പറയാണ്, ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അനിക്കും ചെറുതായിട്ട് വിഷമമാവുകയാണ് കേട്ടോ. അപ്പം അനി ആ വാശി പറയുവാണ്, ഒരു കാര്യം ചെയ്യുക, ഏട്ടനത് പോലീസിൽ കേസാക്കുക, നമുക്ക് എന്തായാലും ഈ വീട്ടിലുണ്ടെങ്കിൽ ആരാണേലും അത് അറിയാണ്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അനി പറയുവാണ്, ശരി നമുക്കത് കേസാക്കാം, അതിപ്പോൾ ആരാണേലും അത് കണ്ടുപിടിച്ചെടുക്കണമല്ലോ, അവളുടെ മാലയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയുവാണ്, നേരെ പോലീസ് കേസ് ആക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഈ വീട്ടിലാണേലും ഇനിയിപ്പോൾ എല്ലാവരുടെയും നമുക്ക് പോയി തപ്പാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ ഫുള്ള് പ്രശ്നമായി എന്നറിഞ്ഞ് ഇനിയിപ്പം ജലജ ഇങ്ങനെ നടക്കുവാണ് ഹാളിൽ കൂടെ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുവാണ് കനകേനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെ. ആ സമയത്ത് തന്നെ കനക ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്, ഇത് ജലജയുടെ പണിയാണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല.